ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വയനാട്ടിൽ വീണ്ടും ജീവനെടുത്ത് കാട്ടാന ആക്രമണം. അട്ടമല സ്വദേശി ബാലകൃഷ്ണനാണ് അതിദാരുണമായി മരിച്ചത്. ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് സൂചന. സംസ്ഥാനത്ത് 2 ദിവസത്തിനിടെ 4 പേർക്കാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സ്ഥിരം വന്യജീവി ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ ഒരു ഇടപെടലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇന്നു രാവിലെയാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ തേയില എസ്റ്റേറ്റിനുള്ളിലെ വഴിയിൽ ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിന് സമീപത്തായാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയിൽ കാട്ടാന ആക്രമിച്ചുവെന്നാണ് വിവരം. ഇന്നലെ ചൂരൽമല അങ്ങാടിയിൽ നിന്നും വീട്ടിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം പോയതാണ്. ഇന്ന് രാവിലെ ജോലിക്ക് പോകാൻ എത്താത്തതിനാൽ മറ്റുള്ളവർ ബാലകൃഷ്ണനെ അന്വേഷിച്ചിറങ്ങി. വഴിയിൽ ആന ചവിട്ടി അരയ്ക്കപ്പെട്ട നിലയിൽ ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തി. ഈ വയനാട്ടിൽ മൊത്തം ജനങ്ങൾ ഒഴിവാക്കാനുള്ള പ്ലാനാണോ ഇവർക്കെന്നാണ് എനിക്കറിയേണ്ടത് അതാണ്. ഇപ്പോൾ പുത്തുമല ചൂരൽമല എല്ലാം പൊട്ടി ഇവിടുന്ന് കുറേ ആളുകൾ മാറി. എന്നിട്ടൊരു 10 ലക്ഷം രൂപ കൊടുക്കുക. ഇനി കൽപ്പറ്റ ടൗണിൽ പോലും 4 മണിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വയനാടിനെ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടോ? 3 വാർഡുകളിലായിട്ട് കാട്ടാനൻ്റെ വലിയ തോതിലുള്ള പ്രയാസമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ദുരന്തം കഴിഞ്ഞപ്പോൾ അതിനുശേഷം മൃഗശല്യങ്ങളാണ്. അതിന് സംവിധാനം കാണണം. ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം ഈ പ്രദേശം ഒറ്റപ്പെട്ട് പോയൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് ജനവാസം ഇല്ലാത്തതുകൊണ്ട്, വെളിച്ചം മറ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഏത് സമയത്ത് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് അട്ടമല പള്ളിക്ക് സമീപത്തെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലായിരുന്നു ബാലകൃഷ്ണൻ താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച ബത്തേരിയിൽ ആദിവാസി യുവാവിനെ കാട്ടാന കുത്തിക്കൊന്നിരുന്നു. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവിനെയാണ് കാട്ടാന കൊന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് മാനുവിനെ കാട്ടാന കൊന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടത്. സമാനമായ അവസ്ഥയാണ് അട്ടമലയിലും ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് 24. അട്ടമലയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ സുർജിത് അയ്യപ്പത്ത് നൽകും. ഈ ആദിവാസി യുവാവിനെ ആക്രമിച്ചു എന്ന് കരുതുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങളും 24 ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യമാണ്. ഈ കാട്ടാനയാണ് ഇന്നലെ രാത്രിയിൽ ഈ ആദിവാസി യുവാവ് ബാലൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ബാലകൃഷ്ണന്റെ ജീവൻ എടുത്തത് എന്നാണ് സൂചന. തേയില എസ്റ്റേറ്റിലെ ഉള്ളിലൂടെയുള്ള റോഡിലേക്ക് ആന ഇറങ്ങി വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സുർജിത്ത്, ഇത് സ്ഥിരം ഈ വന്യജീവി പ്രശ്നം നേരിടുന്ന മേഖലയാണ് എന്ന് നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തന്നെയുമല്ല, ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം വന്യജീവികൾ കൂടുതൽ എത്തുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് എന്നുകൂടി മനസ്സിലാകുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? ഈ കാട്ടാനയും അല്ലെങ്കിൽ ഈ വന്യജീവിയും ഒക്കെ ഈ പ്രദേശത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് അവിടെ ഇനി അവശേഷിക്കുന്ന ജനങ്ങളുടെ വലിയ ആശങ്കയാണല്ലോ സുർജിത്ത്, അല്ലേ? വിജയകുമാർ, ഈ ദൃശ്യം ഇന്നലെ പകർത്തിയ ദൃശ്യമാണ്. ഇന്നലെ ഈ തോട്ടം മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിൽ കാണുന്നുണ്ട് ഒരു ഒറ്റയാൻ ഈ തോട്ടത്തിനിടയിലൂടെ നടക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ പുറത്ത് വിട്ടതും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ തുടർച്ചയായി 2ാം ദിവസവും ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണം മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. എന്തായാലും ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ ആംബുലൻസിനകത്തേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഈ ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഇവിടേക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ ഇവിടേക്ക് എത്തണം, എന്നാൽ മാത്രമേ ഈ പ്രതിഷേധത്തിന് അയവുണ്ടാകൂ എന്നുള്ള തരത്തിലുള്ള വാദമാണ് ഈ നാട്ടുകാരെല്ലാം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിരവധി തവണയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഇവിടുത്തെ ഒരു ദുരവസ്ഥ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. തോട്ടം മേഖല കേന്ദ്രീകരിച്ച് നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്നൊരവസ്ഥ പങ്കുവെക്കുന്നുണ്ട്. പ്രധാനമായും ഈ ധനസഹായം ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം, കുടുംബത്തിന് ധനസഹായം ലഭ്യമാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനൊപ്പം ഇതിനൊരു ആശ്രിതന് നിയമനം നൽകണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ സർവകക്ഷി പ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ യോഗം ചേർന്നത്. CPM ജില്ലാ സെക്രട്ടറി റഫീഖ് നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ DFOനോട് കാര്യങ്ങൾ ധരിപ്പിച്ചത് എന്തൊക്കെയാണ് പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇപ്പം ഇങ്ങനെ ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഉണ്ടായതിനു ശേഷം ഇനി അത് ആ നിലയിൽ ഇപ്പോൾ ചെയ്യേണ്ട ആശ്വാസ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ വേണ്ടി കഴിയുക. അത് സംബന്ധിച്ച് DFO ആയിട്ട് സംസാരിച്ചിരുന്നു. നിയമത്തിന് അനുസൃതമായുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ വനംവകുപ്പ് എന്ന നിലയിൽ ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഇപ്പം നമുക്ക് വയനാട് ജില്ലയിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുകയാണ്. അപ്പോൾ അടിയന്തരമായി ഇതിന് ശാശ്വത പരിഹാരം കാണണം. അതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് 1972 കേന്ദ്രത്തിൻ്റെ നിയമമാണ്, വന്യജീവി സംരക്ഷണ നിയമം. ആ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നുള്ള കേരളത്തിൻ്റെ നിരന്തരമായ ആവശ്യമാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൽ ഇടപെടേണ്ടത് ഇവിടുത്തെ
MP ആണ്. MP അതിലൊന്നും ഇടപെടാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങളുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വല്ലാത്ത പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. അടിയന്തര നടപടികൾ ഉണ്ടാവണം തന്നെയാണ് നമ്മുടെ ആവശ്യം. അടിയന്തര നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ ഉള്ളത് ഈ ആംബുലൻസിൽ തന്നെയാണ് മൃതദേഹം ഇവിടെയുള്ളത്. മൃതദേഹം ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ആ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ഇനിയിപ്പോൾ ഈ ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ചോ ഇതുവരെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ലേ? വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊന്നും എത്തിയിട്ടില്ലേ? അവരുടെ പ്രശ്നങ്ങൾ അവിടെ കേൾക്കണമല്ലോ ഈ ദിവസമെങ്കിലും. ഇതുവരെ കേട്ടില്ല, ഇനിയെങ്കിലും അത് കേൾക്കണമല്ലോ. അപ്പോൾ അവിടേക്ക് എത്താൻ ഇനിയും കാലതാമസം എന്താണ്? DF നമ്മോടൊപ്പം ചെയ്യുകയാണ്. സാർ, എന്താണ് നാട്ടുകാർ ഉന്നയിക്കുന്ന എന്ത് നടപടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? വനംവകുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പരേതനായിട്ടുള്ള ബാലന്റെ പിതാവായിട്ടുള്ള കറുപ്പന് ഇന്ന് തന്നെ ആദ്യ ഗഡുവായിട്ടുള്ള 5 ലക്ഷം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ പരേതൻ ST വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട്, പണിയ വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫണ്ടും താമസിയാതെ തന്നെ കൊടുക്കുന്നതാണ്. വിവിധ ഫെൻസിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അതെ, നിലവിൽ വയനാട് പാക്കേജിൽ ഈ പ്രദേശത്ത് ഫെൻസിങ്ങിനുള്ള പ്രപ്പോസലുണ്ട്. സ്ഥലം MLA-യുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രപ്പോസലുമുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ത്വരിതപ്പെടുത്തുന്നതാണ്. എന്തായാലും അതാണ് DF ഉന്നയിക്കുന്ന വാദം. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ സംസാരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. തഹസിൽദാറാണ് സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. തഹസിൽദാർ ഈ വിഷയം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. ഇതിനുശേഷമാകും മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടി ഉണ്ടാവുക. ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാകും മൃതദേഹം കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഈ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി തഹസിൽദാർ സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം അതിനകത്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുമെന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ മുണ്ടക്കൈ ചൂരമല മേഖലകളിൽ ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ആളുകളൊക്കെ മാറി താമസിക്കുക. ഇവിടെ കുറഞ്ഞ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ ഗവൺമെന്റ് ഇത് കൃത്യമായ നിലപാട് ഉണ്ടാക്കുന്നതായിട്ടുണ്ട്. ഇവിടെ ഈ ആദിവാസികളിൽ 3 കുടുംബങ്ങൾ ഇപ്പോഴും വനമേഖല ഉള്ളിയാണ്. ഇവരെ ഇവിടുന്ന് പുനരുദ്ധരിപ്പിക്കാനുള്ള നടപടി ചെയ്തിട്ടില്ല. ഇപ്പോൾ അടിയന്തരമായി ഈ മരണപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങൾ, അവരുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ആശ്രയം ഉൾപ്പെടെ, ഇവരുടെ പുനരധിവാസം ഉൾപ്പെടെ അതിലുള്ള എന്താണ് എല്ലാവർക്കും അറിയാലോ വിഷയങ്ങൾ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും പെട്ടെന്നുള്ള പറയും. അതെ, 10 ലക്ഷം രൂപയാണ് ക്രമങ്ങളിൽ പറ്റുന്നവർക്ക് കൊടുക്കുക. അതിൽ ആദ്യത്തെ 5 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ കൊടുക്കും നിങ്ങൾ. പിന്നെ രണ്ടാമത്തെ 5 ലക്ഷം രൂപ പെട്ടെന്ന് പറഞ്ഞാൽ ഇന്നോടും അത് ലാബ് സർട്ടിഫിക്കറ്റ് മാത്രമേ. അത് അടുത്തത് പിന്നെ അവകാശ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം മാത്രമേ നിയമപരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതും പെട്ടെന്ന് തന്നെ. സാർ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മണിയേട്ടന്റെ കുടുംബത്തിനോടും ഇതേ വാഗ്ദാനം നൽകിയിട്ടാണ് പോയത്. മനുപ്രസാദ് ഇപ്പോഴും റോട്ടിൽ നടക്കുകയാണ്. ഇവിടെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഇന്നലെ അടക്കം കളക്ടർ അടക്കമുള്ള എല്ലാ ആളുകളും ഇവിടെ വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒന്ന് കാര്യങ്ങൾ ഞങ്ങൾ പറയട്ടെ വിഷയമാണോ അല്ലേ പിന്നെ തീരുമാനിക്കാം. ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നുള്ളത്, ഈ കുടുംബങ്ങൾ ഈ 6 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ ഉറപ്പ് തരുമ്പോ മരണപ്പെട്ടത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അറിയാലോ. അവരെ പുനരധിവാസം ഈ കാര്യമായി ബന്ധപ്പെട്ട് ഇവിടെ പറയണം. അവർക്ക് അടിയന്തര സഹായം ചെയ്തു കൊടുക്കുന്നത്. അവരുടെ ഒരു പ്രത്യേക രീതി വെച്ച് ഈ ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിന്റെ സംസ്കാര നടപടികൾ കഴിഞ്ഞ ശേഷം അവർ പച്ചവെള്ളം പോലും കുടിക്കുള്ളൂ. അപ്പൊ മറ്റു കാര്യങ്ങൾ ഇത് അധികം വൈകുന്നത് ഒരു ശരിയായ രീതിയല്ല. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ അതിലൊരു പരിഹാരം കണ്ട് അതിന്റെ നടപടി സ്വീകരിച്ച് തുടർ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു യോഗം വിളിച്ച് ഈ പറയുന്ന എല്ലാ പ്രതിനിധികളെയും വിളിച്ച് മറ്റ് മുമ്പത്തെ കാര്യങ്ങൾ ന്യൂനത പരിഹരിക്കുന്നത് അത് ആലോചിക്കണം. ഈ കുടുംബം ഉണ്ടല്ലോ സാറേ, ഇവിടുന്ന് എല്ലാവരും ഒഴിഞ്ഞു പോയി. ഞാൻ ഈ നാട്ടുകാരാണ്, എല്ലാവരും ഒഴിഞ്ഞു പോയി.
ഈ കുടുംബം മാത്രമാണ് ഇവിടെ അട്ടമലയിൽ, ഈ കുടുംബം മാത്രം, ഈ ഗോത്രവർഗ കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇനിയും ഇവരെ ബാക്കിയുള്ളവർ ബോഡി വിട്ട് കൊടുത്തതിന് ശേഷം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു തർക്കം. കാരണം മറ്റ് പഴയ പല വിഷയങ്ങളും, അതായത് നേരത്തെ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ഷിഹാബ് ഉന്നയിച്ചത്. അതിന് മറുപടിയായി CPM-ന്റെ ഏരിയ സെക്രട്ടറി ഹാരിസ് സംസാരിച്ചു. ഹാരിസ് ഈ വിഷയം, അതായത് CPM-ന്റെ ഏരിയ സെക്രട്ടറിയാണ് ഹാരിസ്, വൈത്തിരി ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നത് ഈ വിഷയം ബോഡി വിട്ടുകൊടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് പറഞ്ഞത്. മറ്റു വിഷയങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ അതൊരു തർക്കമായി. പക്ഷെ തർക്കത്തിന് ഇപ്പോൾ നിലവിൽ അയവ് വന്നിട്ടുണ്ട്. അതിനകത്ത് മൃതദേഹം വിടാനുള്ള നടപടി, മൃതദേഹം ഇവിടുന്ന് മാറ്റാനുള്ള നടപടിയാണ് ഇപ്പോൾ കിടക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് അത് മാറി. പക്ഷെ തർക്കം പരിഹരിക്കപ്പെട്ടു, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അത് വീണ്ടും ചർച്ച ചെയ്ത വിഷയം, അത് വീണ്ടും ചർച്ച ചെയ്ത് അത് ശരി. സുർജിത്ത്, ഇപ്പോൾ അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ ഈ ഘട്ടത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നാട്ടുകാരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് റവന്യൂ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നത്. മൃതദേഹം വിട്ടുകൊടുക്കും, അത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുടുംബത്തിന് കൈമാറും. ആദ്യ ഗഡുവായി ഒരു ധനസഹായം 5 ലക്ഷം രൂപ നൽകും. പിന്നീട് അവകാശ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് ശേഷം ബാക്കി 5 ലക്ഷം രൂപ കൂടി നൽകുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും DFOയും അതുപോലെ തഹസിൽദാരും വ്യക്തമാക്കിയത്. നാട്ടുകാർ അവരുടെ പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കുകയായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി ഇന്നുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് വനം വകുപ്പ് മന്ത്രിയുടേതാണ്. വനം മന്ത്രി ഈ പ്രതികരണം നടത്തുമ്പോൾ ജനവാസ മേഖലയിൽ ഈ ആദിവാസി യുവാവ് ഏതാണ്ട് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു കിടക്കുമ്പോഴാണ് നിയമസഭയിൽ മന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞത്. എന്താണ് മന്ത്രി പറഞ്ഞതെന്ന് നമുക്ക് പരിശോധിക്കാം. ആദിവാസികളല്ലാത്തവർ വനത്തിലെത്തുന്നത് എന്തിനെന്ന് പരിശോധിക്കണമെന്നായിരുന്നു വനമന്ത്രി AK ശശീന്ദ്രന്റെ നിയമസഭയിലെ പ്രതികരണം. കഴിഞ്ഞ ദിവസമുണ്ടായ വന്യജീവി ആക്രമണങ്ങൾ എവിടെയാണെന്ന് പരിശോധിക്കണം. വനത്തിനുള്ളിലും പുറത്തും വന്യജീവി ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദമില്ലാതെ ആദിവാസികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അനുവാദം വേണം. അനുവാദമില്ലാതെ ചോദിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജനവാസ മേഖലയിൽ ഇവരിറങ്ങുന്നതാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ജനവാസ മേഖലയിൽ നിന്നല്ല സംഭവിക്കുന്നത്. പക്ഷേ നമ്മളത് അങ്ങനെ സാങ്കേതികമായി നോക്കുന്നില്ല എന്നും കൂടി ഞാൻ പറഞ്ഞു. ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം പൂർണ്ണമായും ജനവാസ മേഖലയിലാണ്. അത് മന്ത്രിക്ക് ഈ ഘട്ടത്തിലെങ്കിലും ബോധ്യമായി കാണുമെന്ന് നമുക്ക് കരുതാം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കാടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയവരല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വനമന്ത്രി നിയമസഭയിൽ നടത്തിയത് തെറ്റായ പരാമർശമാണ്. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. അത് തെറ്റായ പരാമർശമാണ്. 1-2 കേസുകൾ കാട്ടിൽ നടന്നതിന്റെ ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന പ്ലാന്റേഷനിലാണ് നടന്നത്. അത് വനാതിർത്തിയല്ല, വനാതിർത്തിക്ക് പുറത്താണ് പ്ലാന്റേഷൻ അത് നടന്നത്. മിനിഞ്ഞാന്ന് നടന്നത്. ഇന്നലെ നടന്നത് വയലിലാണ് നടന്നത്. ആൾതാമസമുള്ള ജനവാസമുള്ള പ്രദേശങ്ങളിലേക്ക് ആന ഇറങ്ങിച്ചെല്ലുവാണ്. നേരത്തെ ആന ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് ആന വരികയാണ്. അല്ലാതെ അതിക്രമിച്ച് കാടിനകത്തേക്ക് കയറി ആരെയും അല്ല ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. അദ്ദേഹം വേറെന്തോ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. വേറെ കാട്ടിൽ പോണവർ ആരാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി സർക്കാർ കണക്കുകൾ. 2016 മുതൽ 25 വരെ 192 പേർക്ക് കാട്ടാന ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായതായി വനമന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. 2016 മുതൽ ഇതുവരെ സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 192 പേർക്കാണ് എന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ നൽകിയ കണക്ക്. 278 പേർക്ക് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റു. പാലക്കാട് മാത്രം മരിച്ചത് 48 പേർ. ഇടുക്കിയിൽ ജീവൻ നഷ്ടമായത് 40 പേർക്ക്. വയനാട് ജില്ലയിൽ 36 പേർ കാട്ടാനക്കലിയുടെ ഇരയായെന്നും കണക്കുകൾ പറയുന്നു. മലപ്പുറം ജില്ലയിൽ 18ഉം കണ്ണൂരിൽ 17 പേരും ഇക്കാലയളവിൽ മരിച്ചു വീണു. കഴിഞ്ഞ വർഷം 19 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2025 ജനുവരി 1 മുതൽ ഇന്നുവരെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 9 പേരാണ്. കാട്ടാന 7 പേരുടെ ജീവനെടുത്തു.
കടുവയുടെ ആക്രമണത്തിൽ ഒരാളും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാളും കൊല്ലപ്പെട്ടു. എന്നാൽ കർഷക സംഘടനയായ കിഫയുടെ കണക്കനുസരിച്ച് ജനുവരി മാസം മാത്രം 11 പേരാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. റിസർച്ച് ഡെസ്ക് 24. കാട്ടാന ആക്രമണങ്ങളിൽ അടിയന്തര യോഗം വിളിച്ച് ദുരന്ത നിവാരണ വിഭാഗം വൈകിട്ട് 4:45 ഓൺലൈനായി യോഗം ചേരും. ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇന്ന് വനമന്ത്രി നേരത്തെ ഒരു ഉന്നതതല യോഗത്തെ പറ്റി പറഞ്ഞിരുന്നു. ആ യോഗം ചില തീരുമാനങ്ങൾ, ഇതിന് പരിഹാര മാർഗങ്ങൾ എന്നതടക്കം നിർദ്ദേശിക്കും. അത് കൂടാതെയാണോ ഈ പറയുന്ന ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ പ്രത്യേക യോഗം? വിജയകുമാർ, വനം വകുപ്പ് മേധാവിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗത്തിന് പുറമെയാണ് ദുരന്ത നിവാരണ വിഭാഗവും അടിയന്തര യോഗം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വിളിച്ചിരിക്കുന്നത്. തുടർച്ചയായി വനാതിർത്തികളിൽ വന്യജീവി ആക്രമണം രൂക്ഷമായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അടിയന്തര യോഗം ദുരന്ത നിവാരണ വിഭാഗവും വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒപ്പം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ തുടർച്ചയായി ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണമാണ് പ്രധാനമായും ഈ യോഗം പരിശോധിക്കുന്നത്. നേരത്തെ ഈ കാട്ടിൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യങ്ങൾ അടക്കം ഈ യോഗത്തിൽ പരിശോധിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള വിവിധ പരിഹാര മാർഗങ്ങളടക്കം ഈ ദുരന്ത നിവാരണ വിഭാഗം ത്തിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. 4:45 ഈ യോഗം നടക്കുന്നത്. ഓൺലൈനായിട്ടായിരിക്കും യോഗം നടക്കുക. വിവിധ വനംവകുപ്പ് മേധാവികൾ, ഉന്നത ഉദ്യോഗസ്ഥർ, വയനാട് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് 2:30 ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ ഈ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ വനംവകുപ്പും യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ ഇനി സ്വീകരിക്കേണ്ട തുടർ നടപടികളായിരിക്കും പ്രധാനമായും ആ യോഗത്തിലും ചർച്ചയാകുന്നത്. RRT സംഘങ്ങൾ നിലവിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ആളുകളുടെ അപര്യാപ്തത, ജീവനക്കാരുടെ അപര്യാപ്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ പ്രവർത്തിക്കുന്ന ക്ലറിക്കൽ ജീവനക്കാരെ ഉൾപ്പെടെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ടീമിനെ രൂപീകരിക്കാനാണ് പ്രധാനമായും വനംവകുപ്പ് ആലോചിക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനവും ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ കാട്ടാനാക്രമണങ്ങൾ ഒപ്പം മറ്റ് വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ കൂടിയാണ് ഒരു അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വനംവകുപ്പിന്റെ ഭാഗത്തു ശരി നിന്നും പ്രതീക്ഷ, അടിയന്തര ഇടപെടലിന് യോഗം ചേരുന്നുണ്ട്. വേനൽക്കാലത്ത് ഈ കാട്ടിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കൂടുതൽ വന്യജീവികൾ എത്തും എന്നതൊരു ആശങ്കയാണ്. അതുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ തീരുമാനങ്ങളോ ഇന്നത്തെ 2 യോഗങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിലേതിലെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപന പ്രസംഗവുമായി മലപ്പുറം DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ജോയ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകഴിഞ്ഞെന്നും വനംവകുപ്പ് ഓഫീസ് ചുട്ടുകരിക്കുമെന്നും പരാമർശം. പോത്തുകല്ല് കാത്തിരപ്പുഴ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് ഈ പ്രകോപന പ്രസംഗം. ഈ പ്രശ്നത്തിന് മണിക്കൂർ വെച്ച് പരിഹാരമുണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് കൊടിയുമായിട്ടാണ് വന്നതെങ്കിൽ നാളെ ഞങ്ങൾ ചൂട്ടുകത്തിയുമായി വരും. ഈ ഓഫീസ് ഞങ്ങൾ ചൂട്ടുകരിക്കും. ഇവിടുത്തെ ഓഫീസർമാരെ അടിച്ചോടിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടുണ്ട്. ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ പൗരന്മാർക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ്. ആ ജീവിക്കാനുള്ള പൗരന്റെ അവകാശത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഒരു വനം വകുപ്പ് മന്ത്രിക്കും കേരളത്തിൽ വിലസാമെന്ന് വ്യാമോഹം വേണ്ട. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ക്രൂരമായ റാഗിംഗ്. 1ാം വർഷ വിദ്യാർത്ഥികളുടെ പരാതിയിൽ സീനിയർ വിദ്യാർത്ഥികളായ 5 പേരെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടിലിൽ കെട്ടിയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. പ്രതികളായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളായ 6 പേരാണ് ക്രൂരമായ റാഗിങ്ങിന് ഇരയായത്. 3 മാസം നീണ്ട റാഗിങ് സഹിക്കാനാകാതെ വന്നതോടെ ഇവർ പ്രിൻസിപ്പലിനെ വിവരമറിയിച്ചു. അന്വേഷണം നടത്തിയ പോലീസ് ക്രൂരപീഡനമാണെന്ന് പിന്നീട് കണ്ടെത്തി. തുടർന്ന് കോട്ടയം സ്വദേശികളായ സാമുവൽ, വിവേക്, മലപ്പുറം സ്വദേശികളായ റിജിൽജിത്ത്, രാഹുൽ രാജ്, വയനാട് സ്വദേശി ജീവ എന്നിവരെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം സംഭവം വിദ്യാർത്ഥികൾ ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. പരാതി ലഭിച്ച ഉടൻ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുവെന്നും മാനേജ്മെന്റ്. ദിവസവും തന്നെ റാഗിങ്ങിന്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ക്ലാസ്സിൽ ദിവസവും ചോദിക്കുന്നുണ്ടായിരുന്നു. നാളെ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേരന്റ്, അച്ഛൻ, ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക്
അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത്. പ്രതികൾക്കെതിരെ റാഗിംഗ് നിരോധന നിയമം ഭാരതീയ ന്യായ സംഹിതയിലെ 118, 308, 351 വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികളെ റിമാൻഡ് ചെയ്യും. വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ടോബി ജോൺസൺ, 24 കോട്ടയം. സമാനതകളില്ലാത്ത റാഗിംഗ് ആണ് കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത്. കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച പ്രതികൾ ഡംബലുകൾ ജനനേന്ദ്രിയത്തിൽ വെച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആഴ്ചതോറും മദ്യപാനത്തിനായി പണപ്പിരിവ് നടത്തിയെന്നും വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. 3 മാസം നീണ്ട കൊടിയ പീഡനമാണ് കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത്. 1ാം വർഷ വിദ്യാർത്ഥികൾ 6 പേർക്ക് ഇത്തരം പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്നാണ് വിവരം. കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കും. ശബ്ദമുണ്ടാക്കിയാൽ മുറിവുകളിലും വായിലും ലോഷൻ ഒഴിക്കും. ജനനേന്ദ്രിയത്തിൽ ഭാരമുള്ള ഡംബലുകൾ വെച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ആഴ്ചയിലും 800 രൂപ വീതം ഈ വിദ്യാർത്ഥികളിൽ നിന്ന് പിടിച്ചു വാങ്ങും. ഈ പണം ഉപയോഗിച്ച് മദ്യം വാങ്ങും. ഇത് 1ാം വർഷ വിദ്യാർത്ഥികളെ കൊണ്ട് കുടിപ്പിച്ച് വീഡിയോ എടുക്കും. അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നെ ടീച്ചർ പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവരെ പൈസ പിടിച്ച് വയ്ക്കുകയും പിള്ളേരെ കെട്ടിയിട്ട് തല്ലുകയും പിന്നെ കോമ്പസ് മുകളിൽ ഇത് വെച്ച് സൂചി കൊണ്ട് അവർ പറക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ പോലീസിലോട്ട് പരാതി കൊടുത്തെന്ന് പറഞ്ഞു. റാഗിംഗ് എന്ന് പറഞ്ഞു നടത്തിയ പീഡനത്തിന്റെ ദൃശ്യങ്ങളെല്ലാം പ്രതികൾ തന്നെ മൊബൈലിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു. അന്വേഷണത്തിൽ പോലീസ് ഇത് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മറ്റാർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. സമാനതകളില്ലാത്ത റാഗിംഗ് തന്നെയാണ് ക്യാമ്പസിൽ നടന്നതെന്ന് പറയുമ്പോഴും ഹോസ്റ്റൽ വാർഡൻ പോലും ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ടോബി ജോൺസൺ, 24 കോട്ടയം. എറണാകുളം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി മിഹിറിന്റെ ആത്മഹത്യയിൽ കൂടുതൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി ശേഖരിക്കുകയാണ് പോലീസ്. മിഹിർ റാഗിങ്ങിന് ഇരയായി എന്ന വിവരം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പോലീസിന്റെ തുടർ നീക്കങ്ങൾ. ഫ്ളാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കൂടുതൽ സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തിയത്. മിഹിർ അസ്വസ്ഥനായിരുന്നു എന്ന് കുട്ടിയോട് അവസാനമായി സംസാരിച്ച അധ്യാപിക പോലീസിന് മൊഴി നൽകി. പിതാവിനെ സ്കൂളിൽ വിളിപ്പിച്ചതിന്റെ അസ്വസ്ഥത മാത്രമാണെന്നാണ് കരുതിയതെന്ന് അധ്യാപിക. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ബോർഡ് പരീക്ഷ അവസാനിച്ചതിന് ശേഷം ഇനിയും വിദ്യാർത്ഥികൾ മൊഴി നൽകാൻ എത്തുമെന്ന് പോലീസിനെ അറിയിച്ചു. സ്കൂളിൽ വെച്ച് മിഹിർ റാഗിങ്ങിനിരയായി എന്ന് പോലീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് തെളിവ് ശേഖരണം നടക്കുന്നത്. മിഹിർ മുൻപ് പഠിച്ച സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെ കൂടുതൽ അന്വേഷണം നടത്താനും പോലീസ് തയ്യാറെടുക്കുകയാണ്. മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവ് നൽകിയ പരാതിയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 കൊച്ചി. തൊഴിൽ പീഡനം നേരിട്ടെന്ന് പരാതി നൽകിയ കയർബോർഡ് ജീവനക്കാരിയുടെ കത്തും ശബ്ദ സന്ദേശവും പുറത്ത്. തന്നെ വേട്ടയാടിയത് കയർബോർഡ് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ലയും ചെയർമാൻ വിപുൽ ഗോയലും ചേർന്നാണ് എന്ന് ജോളി മധുവിന്റെ ശബ്ദ സന്ദേശം. കയർബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ മുൻ കയർബോർഡ് സെക്രട്ടറിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് PS സുനിൽകുമാറിന്റെ മകനും രംഗത്തെത്തി. അപ്പോൾ ശുക്ലയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും. അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി. അതിൻ്റെ റിവഞ്ചാണ് ഈ തീർക്കുന്നത് മുഴുവനും. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ലയും ചെയർമാൻ വിപുൽ ഗോയലും വേട്ടയാടിയെന്നാണ് ജോളി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇവരുടെ മുൻപിൽ ചെല്ലാൻ തനിക്ക് ധൈര്യമില്ലെന്നും ഇംഗ്ലീഷിൽ എഴുതി പൂർത്തിയാക്കാത്ത ജോളിയുടെ കത്തിലുണ്ട്. കയർബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ മുൻ കയർബോർഡ് സെക്രട്ടറിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് PS സുനിൽകുമാറിന്റെ മകനും രംഗത്തെത്തി. പക്ഷാഘാതം ബാധിച്ച പിതാവിനെ ഉദ്യോഗസ്ഥർ വേട്ടയാടിയെന്ന ആരോപണം. ഈ പറഞ്ഞ കുറെ ഹയർ ഒഫീഷ്യൽസിന്റെ ഹൈലി കറപ്റ്റഡ് ആണ്, എക്സ്ട്രീംലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് പറയണ അവരുടെ ഒപ്പം നിൽക്കണില്ല എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ ട്രാൻസ്ഫർ ചെയ്യണത്. കൊൽക്കത്തയിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു. സത്യസന്ധയായ ഉദ്യോഗസ്ഥയായിരുന്നു ജോളി മധു. കുടുംബത്തിന്റെ ആരോപണം ഗുരുതരമാണ്. വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടക്കുമെന്ന് കയർബോർഡ് മുൻ ചെയർമാൻ കുപ്പുരാമു ദുരൈപ്പാണ്ടി. ജോളിയുടെ മൃതദേഹം ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ സംസ്കരിച്ചു. കയർബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ ജോളി മധുവിന്റെ കുടുംബം DGPക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. കയർബോർഡ് ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കെതിരെ നിരവധി പരാതികളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയിരിക്കുന്നത്. പരാതി പകർപ്പുകൾ 24ന് ലഭിച്ചു. അഴിമതിക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് CITU എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
കയർ ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കയർ ബോർഡിലെ അഴിമതിക്കാരായ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാടെടുത്തതാണ് ജോളി മധുവിനെതിരെയുള്ള തൊഴിൽ പീഡനത്തിന് കാരണം. ദൗർഭാഗ്യകരം. ഏതുന്നതനാണെങ്കിലും വേട്ടക്കാർ നിയമത്തിന് മുൻപിൽ വരണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പോലീസ് വീഴ്ചകൾ സംബന്ധിച്ച വിമർശനങ്ങളെ പ്രതിരോധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറിയ വീഴ്ചകളെ പൊതുവൽക്കരിച്ച് ക്രമസമാധാനമാകെ തകർന്നുവെന്ന് പ്രചരിപ്പിക്കുന്നത് തെറ്റാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായി കാലത്തെ ക്രമസമാധാന നില ലജ്ജാവഹമാണെന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. നെന്മാറ ഇരട്ടക്കൊല, പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെ നടന്ന അതിക്രമം തുടങ്ങിയ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസാണ് സഭയിൽ പോലീസ് വീഴ്ച ചർച്ചയാകാൻ വഴിവെച്ചത്. 2 സംഭവങ്ങളിലും പോലീസ് സംഭവിച്ച വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ പ്രതിപക്ഷം ക്രമസമാധാനം തകർന്നുവെന്ന് സമർത്ഥിക്കാനാണ് ശ്രമിച്ചത്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം. പോലീസ് വന്ന് ജീപ്പിൽ ഇറങ്ങുന്നു, കണ്ണി കണ്ട മുഴുവൻ ആളുകളെയും തല്ലുന്നു, സ്ത്രീകളെ ഉൾപ്പെടെ. എവിടെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ? ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? ക്രിമിനലുകളെ ചങ്ങലക്കിടേണ്ട, വിലങ്ങ് വെക്കേണ്ടവരാണ് പോലീസ് എന്ന് പറയുന്നത്. ആ ചങ്ങലക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. ക്രമസമാധാനം ആകെ തകർന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിൽ മുഖ്യമന്ത്രി ക്ഷുഭിതനായി. ചില സംഭവങ്ങൾ മാത്രം എടുത്തുകാട്ടി ക്രമസമാധാനം ആകെ തകർന്നുവെന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ പൊതുചിത്രമാകില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. തെറ്റിനെ തെറ്റായി കണ്ട് കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. കുറച്ച് ബഹളമുണ്ടാക്കി പ്രശ്നമാക്കാന്നാണ് ധാരണ. ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറവല്ല, കേരളത്തിൻ്റെ അവസ്ഥയുടെ സ്ഥിതിയാണ്. ഏതെങ്കിലും ചില സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് വല്ലാതെ ഇവിടെ ക്രമസമാധാനമാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രമായിട്ട് വരില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. വാക്കൌട്ട് പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലും തർക്കിച്ചു. എന്നെ പ്രസംഗം നിർത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷമാവാൻ അതിനു വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഈ രീതിയിലൊന്നും അങ്ങേപ്പോലെ ഒരു മുതിർന്ന സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങേ നിയമസഭക്കകത്തുള്ള വളരെ സീനിയർ അംഗമാണ്. ചെയറിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. പോലീസ് വീഴ്ചകൾ സംബന്ധിച്ച് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് ശരാശരി മലയാളികളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. 24 തിരുവനന്തപുരം. കോഴിക്കോട് കൊടുവള്ളി പ്രിൻസിപ്പൽ SI അനൂപിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. ഭർത്താവിനെതിരെ പരാതിയുമായി എത്തിയപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നാണ് ആരോപണം. SIക്കെതിരെ വകുപ്പുതല അന്വേഷണം തുടങ്ങി. ജനുവരി 26 വൈകിട്ട് 5 മണിയോടെ കൊടുവള്ളി സ്റ്റേഷനിലാണ് സംഭവം. പരാതിക്കാരിയായ യുവതിയുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്ത് താമസിക്കുകയാണ്. ഭർത്താവിനെതിരെ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് ദുരനുഭവം. ചെറിയ മോളെയും കൂട്ടിയിട്ട് പിന്നെ കൊടുവള്ളി സ്റ്റേഷനിൽ പോയി. അവിടെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞപ്പോൾ മാത്യു സാർ ഉണ്ടായിരുന്നു. അവിടുന്ന് ഭർത്താവിനെ അവർ വിളിപ്പിച്ചു. അനൂപ് സാർ എന്ന SI ആണ് ഞങ്ങൾ മൊഴി എടുത്തുകൊണ്ടിരുന്നത്. ഞാനും ചെറിയ മോളും കൂടെയാണ് റൂമിലേക്ക് കയറിയത്. ആദ്യം തന്നെ അനൂപ് സാറ് ഷൗട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. മോളാകെ പേടിച്ചു പോയി. വിവരങ്ങൾ ചോദിക്കാതെ തട്ടിക്കയറിയ ഉദ്യോഗസ്ഥൻ വിവാഹബന്ധത്തിൽ നിന്നും ഒഴിയണമെന്നും പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിച്ചു എന്നാണ് ആരോപണം. ഭാര്യ ഇഷ്ടമില്ലാത്തതിനാലാണ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതെന്ന് SI പറഞ്ഞതായും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. നിന്റെ ഭർത്താവ് വേറെ വിവാഹം ചെയ്തതല്ലേ, എന്തിനാണ് നീ അവൻ്റെ പിന്നാലെ പിന്നെയും പോകുന്നത്, കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, നിനക്ക് അത് ഒഴിവാക്കി കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ 2 മക്കളെ പാപ്പാണ്, ഞാൻ എന്തായാലും ഡൈവേഴ്സ് കൊടുക്കൂല എന്നാണ്. നീ നയിച്ച് മക്കൾക്ക് ചിലവിന് കൊടുത്താൽ പോരെ, എന്തിനാണ് അയാളെ ബുദ്ധിമുട്ടാക്കുന്നത്, അയാൾ മറ്റേ പെണ്ണിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിച്ചോട്ടെ, എന്തിനാ ബുദ്ധിമുട്ടാക്കാൻ പോകുന്നത്, താല്പര്യമില്ലാത്ത ഒരു വ്യക്തിൻ്റെ പുറകെ പിന്നെ പോവേണ്ട ആവശ്യമുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. പിന്നെ ഒരു സ്ത്രീയോട് ഒരിക്കലും ഒരാൾ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അയാൾ പറഞ്ഞത്. അതും എൻ്റെ മോളെ ചെറിയ മോളെടുത്തെന്നാ പറഞ്ഞത്. ആരോപണങ്ങൾ SI അനൂപ് നിഷേധിച്ചു. കൊടുവള്ളി സിയുടെ നേതൃത്വത്തിലാണ് വകുപ്പുതല അന്വേഷണം നടക്കുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഇന്നലെ തീപിടുത്തമുണ്ടായ കൊല്ലം കുളത്തൂപ്പുഴ എണ്ണപ്പന എസ്റ്റേറ്റിൽ വീണ്ടും തീ പടർന്നു. ഫയർഫോഴ്സ് എത്തി 1.5 മണിക്കൂറിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അതിനിടെ തീപിടുത്തത്തിൽ അട്ടിമറി സംശയിക്കുകയാണ് ഓയിൽ പാം ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. മനസ്സിലാക്കിയെടുത്തോളം ഒരു 150 ഏക്കറിനോളം കത്തി നശിച്ചിട്ടുണ്ട്. അതിനകത്ത് നഷ്ടം കൃത്യമായിട്ട് ഇപ്പോൾ അങ്ങനെ പറയാം, എന്നാലും ഒരു 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാവും. ഈ തൈ നല്ലൊരു പങ്ക് പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും തീ പിടിച്ചതായിട്ടാണ് പറയുന്നത്. കാര്യം ഒരിടത്ത് നല്ല പല സ്ഥലങ്ങളിൽ നിന്നും ഒരേ അതെന്തായാലും അത് സാധ്യതയുണ്ട്. അത് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അത് എല്ലാ രൂപത്തിലും അന്വേഷിച്ച് അതിൻ്റെ റൂട്ട് മനസ്സിലാക്കുകയും അത് പിന്നെ പുറത്തുകൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. സലീം മാലിക് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്നും. സലീമ, ഇന്ന് രാവിലെ മുതൽ വീണ്ടും അവിടെ തീ പടർന്നു. ആദ്യഘട്ടത്തിൽ തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
തീ അണയ്ക്കാൻ അവരുടെ കയ്യിൽ അത് നിൽക്കില്ല എന്ന് സലീം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് ഒക്കെ എത്തി തീ നിയന്ത്രണ വിധേയമായോ പൂർണ്ണമായും? വിജയകുമാർ, ഇപ്പോൾ ആ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അപ്പോഴും ഒരു ആശങ്കയുള്ളത് നേരത്തെ, അതായത് നമ്മൾ ഇന്ന് പുലർച്ചെ ഇവിടെ വരുമ്പോൾ പൂർണ്ണമായും തീ ശമിച്ചു, എന്നാൽ ചിലയിടങ്ങളിൽ പുക ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സമാനമായ സാഹചര്യം ഇപ്പോഴും ഉണ്ട്. നമുക്ക് അത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ ഈ നിൽക്കുന്നതിന്റെ പുറകുവശത്ത് പുക ഇങ്ങനെ ഉയരുകയാണ്. ആ വശത്ത് ചെറിയ നിലയിലുള്ള തീപിടുത്തം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇവിടെയൊക്കെ ചെറിയ നിലയിൽ തീ പടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായ കാര്യം. നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ഈ ഫയർഫോഴ്സ് കിടന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഈ തീ പടർന്നു പിടിക്കുകയായിരുന്നു. തൊഴിലാളികൾ ബക്കറ്റിൽ വെള്ളം കോരിയൊഴിച്ചാണ് തീ കെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ആ നിലയിൽ തന്നെ കെടുത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും വലിയ ആശങ്കയുടെ സാഹചര്യം മാറിയിട്ടുണ്ട്. ഫയർഫോഴ്സ് വളരെ വൈകിയാണ് ഇവിടേക്ക് എത്തിയത്. ഈ പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷവും 1 മണിക്കൂറിലധികം വൈകി. ശരിക്കുള്ള റോഡിന് പകരം വേലി പൊളിച്ച് ഇവിടെ എത്താൻ കഴിയൂ എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഈ ഓയിൽ പാമിന്റെ അധികൃതർ തന്നെ നമ്മളോടും പറഞ്ഞതാണ്. അവർ എന്തുകൊണ്ടാണ് അത്തരത്തിൽ നിഷേധാത്മകമായ സമീപനം കാണിക്കുന്നത് എന്നറിയില്ലെന്ന്. കഴിഞ്ഞ ദിവസവും, അതായത് ഇന്നലെയും സമാനമായി തന്നെ RDO ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഫയർഫോഴ്സ് ഇവിടേക്ക് വരാൻ തയ്യാറായത് എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി അവർ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കെ തന്നെ ഈ തീപിടുത്തത്തിൽ ഇപ്പോൾ ഒരു ആശ്വാസകരമായ കാര്യം, ഈ പ്രദേശത്ത്, അതായത് ഈ 150-ലധികം ഏക്കർ വരുന്ന പ്രദേശത്താണ് ഇന്നലെ തീ പടർന്നത്. ആ പ്രദേശത്ത് ഇപ്പോൾ അല്പം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. പൂർണ്ണമായത് ഇന്ന് രാത്രിയോടുകൂടി ഈ പുക പോലും മാറുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഓയിൽ പാം അധികൃതർക്കുള്ളത്. അപ്പോഴും ഇതൊരു അട്ടിമറി സംശയിക്കുന്നുണ്ട് ഈ ബന്ധപ്പെട്ട അധികൃതർ. കാരണം കഴിഞ്ഞ വർഷവും ഇതേ സമയം ഈ പ്രദേശത്ത് തീപിടുത്തമുണ്ടായിരുന്നു എന്നുള്ളതാണ് അട്ടിമറി സംശയിക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ തീ പടർന്ന സമയം 2 മണിയാണ്. ആ സമയത്ത് ഒരേ സമയം 3 തീ കത്തി. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ അധികൃതർ തന്നെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ജില്ലാ കളക്ടർ RDOയുടെ ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഓയിൽ പാം അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. 4000-ലധികം ചെറിയ ഈ എണ്ണപ്പനകളാണ് കത്തി നശിച്ചത് ഇന്നലത്തെ ഇതിൽ. അത് മാത്രമല്ല 15,000 മൊത്തത്തിൽ 15,000-ലധികം എണ്ണപ്പനകൾക്ക് തീ പടർന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിൽ ഈ തീ പടർന്നതിൽ പകുതിയിലധികത്തിനും കാര്യമായ കേടുപാടുകൾ ഉണ്ടാവില്ല. തീയെ ചെറുക്കാനുള്ള ശേഷി അതിന് തന്നെ ഉണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം പ്രാഥമികമായി തന്നെ കണക്കാക്കുന്നുണ്ട്. കൃത്യമായ മരങ്ങളുടെയും പണത്തിന്റെയും എണ്ണവും തുകയും ഒക്കെ അത് വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എടുക്കാൻ കഴിയൂ. ഇന്ന് ആ പരിശോധന നടക്കും എന്നറിയിച്ചതാണ്. പക്ഷെ അപ്പോഴാണ് അപ്രതീക്ഷിതമായി വീണ്ടും ഈ തീ പടർന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല മുകളിൽ ഇപ്പോഴും തീ പുകയുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലുള്ള പരിശോധന നാളെയൊക്കെ ഉണ്ടാവും. എന്തായാലും അട്ടിമറി സംശയം ഇപ്പോഴും അവർക്കുണ്ട്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും. സലീമ, എന്തായാലും ഇന്നലെ തീ പിടിച്ച അതേ സ്ഥലത്ത് വീണ്ടും തീ പടർന്നു. അതിൽ അട്ടിമറിയുണ്ടോ എന്ന് അധികൃതർ സംശയിക്കുന്നുണ്ട്. ആ മട്ടിൽ കൂടുതൽ അന്വേഷണം നടത്തും എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് PC ചാക്കോ. രാജിക്കാര്യം ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിച്ചു. PC ചാക്കോയ്ക്കെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമായതോടെയാണ് അദ്ദേഹത്തിന്റെ രാജി. എന്നാൽ PC ചാക്കോയുടെ രാജി NCPയെ ബാധിക്കില്ല എന്ന് TP പീതാംബരൻ മാസ്റ്റർ പറഞ്ഞു. പുതിയ പ്രസിഡന്റിനെ ഉടൻ തീരുമാനിക്കുമെന്നും NCP LDF വിടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. PC ചാക്കോ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ തമ്മിൽ പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിനുള്ള ചില പ്രയാസങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം ഒഴിയാൻ ശ്രമിക്കുകയാണ് സർക്കാർ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ മറുപടി പറഞ്ഞ അയാൾ തീരുമാനിക്കേണ്ട, പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അയാൾ ഒഴിയാൻ അയാളുടെ അഭിപ്രായം പറഞ്ഞതല്ലാതെ ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. പ്രയാസം എന്നോട് പറഞ്ഞു, ചില പ്രശ്നങ്ങൾ അയാൾക്കുള്ള ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. എനിക്ക് പ്രതിസന്ധിയൊന്നുമില്ല. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ശ്രീജിത്ത്, മന്ത്രിയെ മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് PC ചാക്കോ. ഒടുവിൽ അദ്ദേഹത്തിന് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കേണ്ടി വന്നു. തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ അവസരം കൂടിയായി AK ശശീന്ദ്രനെതിരെ ഉപയോഗിച്ചേക്കാം അല്ലേ? വിജയകുമാർ, NCPയിൽ സംസ്ഥാന ഘടകത്തിൽ ഒരു പിളർപ്പുണ്ടാകുമെന്ന് ഉറപ്പായതോടെയാണ് PC ചാക്കോ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കാൻ നിർബന്ധിതനായത്.
ചാക്കോയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട NCPയുടെ സംസ്ഥാന ഘടകത്തിൽ AK ശശീന്ദ്രൻ വിഭാഗം ഒരു ഒപ്പുശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NCPയുടെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അടങ്ങുന്ന ജനറൽ ബോഡിയാണ് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുത്ത അതേ സംവിധാനം തന്നെ ചാക്കോയിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നു എന്ന് എഴുതി അതിനടിയിൽ ഒപ്പിട്ടുകൊണ്ടുള്ളൊരു ഒപ്പുശേഖരണമാണ് നടക്കുന്നത്. ഈ ഒപ്പുശേഖരണത്തിൽ ഭൂരിപക്ഷം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ശശീന്ദ്രൻ പക്ഷത്തിനൊപ്പമാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ചാക്കോയുടെ രാജി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും 2 ദിവസമായി PC ചാക്കോ അടുപ്പമുള്ള നേതാക്കളോട് താൻ സ്ഥാനമൊഴിയുമെന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രാജിക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല. രാജിക്കാര്യം ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിച്ചുവെന്നാണ് ചാക്കോയിൽ നിന്ന് വിഭാഗത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും രാജിക്കാര്യത്തെക്കുറിച്ച് തനിക്കറിയില്ല എന്ന പ്രതികരണമാണ് AK ശശീന്ദ്രൻ നടത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗമുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി പ്രതികരിക്കാമെന്നാണ് ശശീന്ദ്രൻ ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിൽ കാട്ടാന ഇറങ്ങി എന്നൊരു പ്രധാന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൻകാപ്പ് നഗറിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് കാട്ടാന എത്തിയത്. ആ കാട്ടാനയുടെ ദൃശ്യങ്ങളും 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങൾ നോക്കാം. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന്. സമീർ, ഈ കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണോ ഇപ്പോഴും, അതോ അത് കാട്ടിലേക്ക് തിരികെ പോയിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ ആന വനത്തിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഉൾവനത്തിലേക്കല്ല പോയത് എന്നുള്ള ഒരു ആശങ്ക പ്രദേശവാസികൾ പങ്കുവെക്കുകയാണ്. ഇന്ന് ഏതാണ്ട് ഉച്ചയോട് കൂടിയാണ് 11:45 ഈ അപ്പൻകാപ്പ് ആദിവാസി നഗറിലേക്ക് ഈ കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് ഈ വീട്ടുമുറ്റത്ത് കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ ഈ ആനയെ കണ്ട ഉടനെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ തന്നെ ബഹളം വെച്ചും ഒച്ച വെച്ചുമാണ് ഈ ആന തിരികെ കാട്ടിലേക്ക് അയച്ചത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഈ അപ്പൻകാപ്പ് ആദിവാസി നഗർ എന്നുള്ളത് ഈ പോത്തുകല്ലിലുള്ള ചാലിയാർ പുഴയുടെ മറുവശമാണ്, വനമേഖലയാണ്. ഇവിടെ ആദിവാസികൾ കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്തേക്ക് ഈ ആനകൾ രാത്രികാലങ്ങളിൽ എത്തുന്നത് പതിവാണെങ്കിലും പട്ടാപ്പകൽ കൂടി ആന ഇറങ്ങുന്നത് വലിയ ആശങ്കയോട് കൂടിയാണ് ആളുകൾ കാണുന്നത്. പ്രത്യേകിച്ച് ഒരു ഉച്ച സമയത്താണ് ആന ഇറങ്ങിയത് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പൂക്കോട്ടുംപാട ഭാഗത്ത് നിന്ന് ഒരു കരടിയെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അപ്പൻകാപ്പ് കോളനിയിൽ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്ററോളം അകലെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാനാക്രമണത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്താണ് ഇത്തരത്തിൽ ഈ കാട്ടാന പട്ടാപകൽ വരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ആളപായമോ അപകടമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഈ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് നിലവിൽ ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. വിജയകുമാർ. ഈ ദൃശ്യങ്ങൾ അപ്പൻകാപ്പ് നഗറിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്, ആ മേഖലയിലേക്ക് കാട്ടാന എത്തിയതിൻ്റെതാണ്. അതിനെ കാട്ടിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ അത് ഉൾക്കാട്ടിലേക്ക് പോയിട്ടില്ല, തിരികെ വരുമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. പാതിവില തട്ടിപ്പിൽ സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ്കുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. തട്ടിപ്പിന് നേതൃത്വം നൽകിയത് ആനന്ദകുമാർ തന്നെയാണെന്ന് NGO കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മോഹനൻ മാങ്ങാട് പറഞ്ഞു. നീതി ആയോഗിന് കീഴിലുള്ള NGO പോർട്ടലുകളെ ആനന്ദ്കുമാർ ദുരുപയോഗം ചെയ്തുവെന്നും മോഹനൻ മാങ്ങാട് ആരോപിച്ചു. 2022 KN ആനന്ദകുമാറാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നതിനായി ചാരിറ്റി സംഘടനാ ഭാരവാഹികളെ വിളിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ദേശീയ തലത്തിൽ ഇത്തരമൊരു സംഘടനയുടെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയത് സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറാണ്. ഇതിനായി കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗിന് കീഴിലുള്ള NGO ദർപ്പൺ പോർട്ടലുകളെ ആനന്ദകുമാർ ദുരുപയോഗം ചെയ്തെന്നും നാഷണൽ NGO കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മോഹനൻ മാങ്ങാട് പറയുന്നു. KN ആനന്ദകുമാറാണ് ഇതിൻ്റെ ഫൗണ്ടർ, മാനേജിംഗ് ട്രസ്റ്റി അദ്ദേഹമാണ്. ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ശമ്പളക്കാരെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് അനന്തകൃഷ്ണൻ കുറച്ച് കാര്യങ്ങൾ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുമെങ്കിലും ആനന്ദകുമാറാണ് ഇതിൻ്റെ ഫൗണ്ടറും ഇതിൻ്റെ ബുദ്ധി കേന്ദ്രവും ആനന്ദകുമാർ ആയിരുന്നു എന്ന്. അനന്തകൃഷ്ണനെ സംഘടനയുടെ ഭാഗമാക്കിയത് KN ആനന്ദകുമാറാണ്. അനന്തകൃഷ്ണൻ ആനന്ദകുമാറിൻ്റെ ശമ്പളക്കാരൻ മാത്രമാണെന്നും ഇപ്പോൾ നടന്ന സംഭവങ്ങളുടെ മുഖ്യ സൂത്രധാരൻ KN ആനന്ദകുമാറാണെന്നും മോഹനൻ മാങ്ങാട് ആരോപിച്ചു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏതന്വേഷണത്തോടും സഹകരിക്കുമെന്നും മോഹനൻ മാങ്ങാട് വ്യക്തമാക്കി. 24
കാസർഗോഡ്. നടനും മക്കൾ നീതിമയ്യം പ്രസിഡന്റുമായ കമൽഹാസൻ രാജ്യസഭയിലേക്ക്. DMK സഖ്യത്തിന്റെ പിന്തുണയോടെ തമിഴ്നാട്ടിൽ നിന്നാകും രാജ്യസഭയിലേക്ക് എത്തുക. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വിശ്വസ്തനായ മന്ത്രി ശേഖർ ബാബു കമലുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ തന്നെ മുന്നണിക്കൊപ്പം നിന്ന കമൽഹാസനെ രാജ്യസഭയിലെത്തിക്കുമെന്ന് DMK സഖ്യം ഉറപ്പു നൽകിയിരുന്നു. ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് കമൽഹാസൻ വ്യക്തമാക്കിയതും ഇതുകൊണ്ട് തന്നെ. ജൂലൈയിൽ ഒഴിവുവരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ 4 DMKക്ക് ജയിക്കാനാകും. ഇതോടെയാണ് കമൽഹാസന്റെ രാജ്യസഭാ പ്രവേശനത്തിന് കളമൊരുങ്ങുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വിശ്വസ്തൻ മന്ത്രി ശേഖർ ബാബു കമൽഹാസനുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയായത് രാജ്യസഭാ പ്രവേശനമാണെന്ന് മക്കൾ നീതിമയ്യം ക്യാമ്പും ശരിവെക്കുന്നു. കമൽഹാസനെ രാജ്യസഭയിൽ എത്തിക്കും വഴി DMK മറ്റു ചിലതുകൂടി ലക്ഷ്യമിടുന്നുണ്ട്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കമൽഹാസന് രാജ്യസഭയിൽ ഇടം നൽകുന്നത് വഴി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവെന്ന ഖ്യാതി നിലനിർത്താൻ MK സ്റ്റാലിന് കഴിയും. മുന്നണിയുടെ കെട്ടുറപ്പിനപ്പുറം വിജയ് ശക്തനാകുന്ന സാഹചര്യത്തിൽ കമൽഹാസൻ ആരാധകരുടെ പിന്തുണ കൂടി ഈ നീക്കം വഴി DMK ലക്ഷ്യമിടുന്നുണ്ട്. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപുരത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. പ്രതിരോധ മേഖലയിലെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി ബംഗളൂരുവിലെ എയ്റോ ഇന്ത്യ ഷോ. മേക്ക് ഇൻ ഇന്ത്യ മാത്രമല്ല, മേക്ക് ഫോർ ദ വേൾഡ് ആണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് 24നോട് പറഞ്ഞു. എല്ലാ പ്രേക്ഷകർക്കും ബംഗളൂരുവിലെ യലഗംഗയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, എയ്റോ ഇന്ത്യ 2025 നടക്കുന്ന സ്ഥലമാണ് യലഗംഗ. ഈ എയർ ഷോ പൂർണ്ണമായും എക്സ്ക്ലൂസീവായിട്ട് ഇന്ന് കവർ ചെയ്യാൻ നമുക്ക് മാത്രം മലയാളം ടെലിവിഷൻ ചാനലിൽ അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷമുള്ള കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന അഭ്യാസ പ്രകടനങ്ങൾ, ആകാശവിസ്മയങ്ങൾ ഒരുക്കി എയ്റോ ഇന്ത്യ ഷോ. പ്രതിരോധ മേഖലയിലെ അതിശയ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് 24. ഗുഡ് മോർണിംഗ് വിത്ത് R. ശ്രീകണ്ഠൻ നായർ സ്പെഷ്യൽ ഷോയിൽ പ്രേക്ഷകർ കണ്ടത് മറക്കാനാകാത്ത കാഴ്ച വിസ്മയം. ഇതിൽ എല്ലാവരുടെയും അട്രാക്ഷൻ എന്ന് പറയുന്നത് റഷ്യയുടെ ഏറ്റവും പുതിയ എയർക്രാഫ്റ്റ് ആയ ഈ Su-57 ആയിരുന്നു. സാർ, ഈ ഒരു സീറോ ഡ്രോപ്പ് ഡൗൺ എന്നൊക്കെ പറയും. അതായത് കുതിച്ചു വരുന്നു, ഏറ്റവും മുകളിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത ശേഷം ഒരു എയർക്രാഫ്റ്റ് അതേ സ്പീഡിൽ താഴേക്ക് ഇങ്ങനെ പതുക്കിയാണ്, പകുതിക്ക് വെച്ച് അത് ഹോൾഡ് ചെയ്യും. സുഖോയ്, തേജസ്, സൂര്യകിരൺ തുടങ്ങി ഇന്ത്യൻ പോർ വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ കൺനിറയെ കാണാൻ അവസരമൊരുക്കുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ മേള. ഈ പറയുന്ന സ്റ്റാളൊക്കെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നൂതനമായിട്ടുള്ള നമ്മുടെ ടെക്നോളജി എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റാളുകളാണ്. അതുപോലെ തേജസിന്റെ ഹാൾ ഡിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ പുത്തൻ ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന വിശാലമായ സ്റ്റാളുകൾ. This is our 5th generation aircraft which our country has started developing. By 2028-29 the first aircraft will be flying. അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യ ലക്ഷ്യമിടുന്നത് 30,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണ്. ആ ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം അടുക്കുകയാണെന്ന് വ്യക്തമാക്കുന്നതായി എക്സിബിഷൻ. Very good response. This is the time where the local manufacturers get to display their products as well as the new technologies that they are working on. This has resulted in a lot of interest being generated among the foreign visitors who are visiting. And I'm sure our exports will go up because of this. ആവേശ കാഴ്ചകളുടെ മാസ്മരിക ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്ന സന്തോഷം 24. ന്യൂസ് ഡെസ്ക് 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ആലപ്പുഴ ചേർത്തലയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും യുവതി വീണു മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. ഭർത്താവ് സോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിതാവിന്റെ മർദ്ദനത്തെ തുടർന്നാണ് അമ്മ സജി മരിച്ചതെന്ന് മകൾ മൊഴി നൽകിയിട്ടുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഇതിൽ മകളുടെ പരാതി, മകളുടെ മൊഴിയാണോ ഇതിലൊരു നിർണായകമായത്? SKN മകളുടെ മൊഴിയാണ്, അത് സാക്ഷിമൊഴി കൂടിയാണ്, ഒപ്പം തന്നെ മകളുടെ മൊഴിയാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറിയിക്കുന്നത് കഴിഞ്ഞ മാസമാണ് ആലപ്പുഴ ചേർത്തല നഗരസഭയിൽ 28-ാം വാർഡിൽ പണ്ടകശാലപ്പറമ്പിൽ സോണിയുടെ ഭാര്യ സജിയെ വീടിനുള്ളിൽ തന്നെ, വീടിൻ്റെ 2ാം നിലയിൽ നിന്നും വീടിനകത്ത് തന്നെ വീണ് പരിക്കേറ്റു എന്ന നിലയിൽ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നു. പിന്നീട് അവിടെ നിന്നും വണ്ടാനം ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തുന്നു.
ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കോമ സ്റ്റേജിലേക്കായി പോയി സജി. അങ്ങനെ 1 മാസത്തോളം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഞായറാഴ്ചയാണ് മരണം സംഭവിച്ചത്. ശവസംസ്കാര ചടങ്ങുകളും കഴിഞ്ഞു. ഇതിനുശേഷമാണ് മകൾ നിഷ്മ ഇപ്പോൾ ചേർത്തല പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യം ഈ അച്ഛൻ്റെ മർദ്ദനത്തിനിടെയാണ് അമ്മയ്ക്ക് പരിക്ക് പറ്റിയത്, അമ്മ വീണ് പരിക്കേറ്റ എന്നുള്ള മൊഴിയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഈ 1 മാസത്തോളം കാലം ഇക്കാര്യം പറയാതിരുന്നത് എന്ന പോലീസിന്റെ ചോദ്യത്തിന് മകൾ പറഞ്ഞത് അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഒപ്പം തന്നെ അച്ഛൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. മകൾ ഇന്നലെ വൈകിട്ടാണ് ചേർത്തല പോലീസിൽ ഇത് സംബന്ധിച്ച് മൊഴി നൽകിയത്. മറ്റ് ഈ അമ്മയുടെ ബന്ധുക്കളൊക്കെ വീട്ടിലെത്തിയ ശേഷം അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ചേർത്തലയിൽ എത്തിയ ശേഷം മൊഴി നൽകി. പിന്നീട് അമ്മ വീടായ ആലപ്പുഴയിലേക്ക് ഈ കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. അച്ഛൻ്റെ ഭീഷണി ഉണ്ടെന്നാണ് ആദ്യം തന്നെ ഈ കുട്ടി കത്തിൽ അല്ലെങ്കിൽ പരാതിയിൽ പറയുന്നത്. അങ്ങനെ ഭർത്താവ് സോണി 52 വയസ്സുകാരനെ സോണിയെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞ കൊലക്കുറ്റം കൂടി ഇയാൾക്കെതിരെ ചുമത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി ഇതിൽ വേണ്ടി വരും എന്നുള്ളതാണ്. കാരണം നിലവിൽ ഒരു അപകട മരണം അല്ലെങ്കിൽ അപകടം സംബന്ധിച്ച് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു മരണത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന്റെ സാധ്യത കൂടി ഉണ്ടെന്നാണ് ചേർത്തല പോലീസ് അറിയിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ മകൾ നൽകിയ മൊഴി നിർണായകമായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടുതൽ അന്വേഷണം വേണ്ട കേസെന്ന നിലയിൽ തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഈ വർഷത്തെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആദ്യഘട്ട പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഉജ്ജ്വല വിജയം നേടി പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. 99.9% സ്കോറോടെ ബ്രില്യന്റിലെ അക്ഷയ് ബിജു കേരളത്തിലെ ഒന്നാമനായി മാറി. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള JEE മെയിൻ ആദ്യഘട്ട പരീക്ഷാഫലം പുറത്തുവരുമ്പോൾ അഭിമാന നേട്ടം ആവർത്തിക്കുകയാണ് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. 99.99 മാർക്കിന്റെ തിളക്കവുമായി പാലാ ബ്രില്യന്റിലെ അക്ഷയ് ബിജു സംസ്ഥാനത്തെ ആദ്യ റാങ്കുകാരനായി. ട്രഷറിയിൽ ജൂനിയർ സൂപ്രണ്ടായ N ബിജുവിന്റെയും ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസറായ നിഷ സിക്കിയുടെയും മകനാണ് കോഴിക്കോട് സ്വദേശിയായ അക്ഷയ്. മാന്നാനം KE സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. സംസ്ഥാനത്ത് 2ഉം 3ഉം റാങ്കിങ്ങിലെത്തിയവരും പാലാ ബ്രില്യന്റിൽ പരിശീലിച്ചവർ. 99.98% മാർക്കോടെ ഗൗതം വാദിയാത്തും 99.97% മാർക്കോടെ ആദിത്യ രതീഷും തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. ബ്രില്യന്റിലെ 16 വിദ്യാർത്ഥികൾക്ക് 99.9% മാർക്ക് നേടാനായി. 15ലധികം വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിലായി 100% മാർക്ക് നേടാനായതും വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നു. ബ്രില്യന്റിൽ പരിശീലിച്ച 670 കുട്ടികൾക്ക് 98% മുകളിലും 863 കുട്ടികൾക്ക് 96% മുകളിലും 1250 വിദ്യാർത്ഥികൾക്ക് 95% മുകളിലും മാർക്ക് നേടാനായിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിലെ മിന്നും പ്രകടനത്തിലൂടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നായുള്ള ബ്രില്യന്റിന്റെ പ്രയാണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.